നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇരയായ യുവതികളൊരാൾ അശാസ്ത്രീയമായി ഗർഭം അലസിപ്പിച്ചതായാണ് കണ്ടെത്തൽ. ഇതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ യുവതിയാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണോ ഈ ഈ മൊഴിക്ക് പിന്നിലെന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം കാസർഗോഡ് 10 വയസ്സുകാരിയെ സ്വന്തം അച്ഛനും അമ്മാവനും ചേർന്ന് പീഡിപ്പിച്ച കേസും ഉൾപ്പെടെ പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ നിർണായക കണ്ടെത്തൽ. ഇരയായ യുവതികളിലൊരാൾ അശാസ്ത്രീയമായി ഗർഭം അലസിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ. നിർബന്ധത്തെ തുടർന്ന് ഗർഭചിത്രം നടത്താൻ ഗുളിക കഴിച്ചതോടെ രക്തസ്രാവം അനിയന്ത്രിതമായി. തുടർന്ന് തലസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ക്രൈംബ്രാഞ്ചിന് തെളിവ് ലഭിച്ചു. ഗുളിക എത്തിച്ചത് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് എന്നും വിവരമുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഇരകളാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. ആരോപണം ഉന്നയിച്ച യുവതികളും നേരിട്ട് പരാതി നൽകാൻ, അതായത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി, അത് അശാസ്ത്രീയമായ രീതിയിലായിരുന്നു. ഇതിൻ്റെ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി ഇല്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ക്രൈംബ്രാഞ്ചിന്? ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. നിയമപരമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ കൊച്ചി സ്വദേശിനിയായ റിനി ആൻഡ് ജോർജ് മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ പരാതിക്കാരിയോ സാക്ഷിയോ ആക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചെന്ന വിവാദത്തിൽ ഇരയായ തിരുവനന്തപുരം സ്വദേശിയായ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ഇവർ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് വിധേയയായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ യുവതിക്ക് ഗർഭനിരോധനത്തിന് വേണ്ട 2 ഗുളികകൾ എത്തിച്ച്, ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ട 2 ഗുളികകൾ എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ പത്തനംതിട്ട സ്വദേശിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. 2 മെഡിസിൻസ്, അതായത് ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന, ജീവഹാനിയിലേക്ക് നയിക്കുന്ന, രക്തസ്രാവം മൂലം ജീവഹാനി വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള 2 ഗുരുതര പ്രത്യാഘാതങ്ങളുള്ള മരുന്നുകളാണ് ഇവർക്ക് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി ഇയാൾ കൈമാറിയത്. ഇത് കഴിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് രക്തസ്രാവം അനിയന്ത്രിതമാകുകയും തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. ആ ചികിത്സ നടത്തിയ ആശുപത്രിയെ സംബന്ധിച്ചും അവർക്ക് മറ്റ് മെഡിക്കൽ നിർദ്ദേശങ്ങൾ നൽകിയ ഡോക്ടറെ സംബന്ധിച്ചുമൊക്കെയുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇനി അവരുടെ മൊഴി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ അവ്യക്തതകളും നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഏതു വിധത്തിലാകണം എന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് DYSP ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക സംഘമാണ്. എന്തായാലും ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ പരാതി ഉണ്ടായില്ല എന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതല്ല. കാരണം റിനി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏത് വിധത്തിലാണ് തുടർ നടപടിയിലേക്ക് കടക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ഇപ്പോൾ ബാക്കിയാകുന്നത്. പക്ഷേ റിനി ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ വ്യക്തമാക്കിയ കാര്യം, നിയമ നടപടിയില്ല, പക്ഷേ എങ്കിൽ പോലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതായത് അവർ നൽകിയ മൊഴിയിൽ വ്യക്തമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റെന്തൊക്കെ ഈ അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തിയതിനപ്പുറം മറ്റെന്തൊക്കെ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്?
കൊച്ചി സ്വദേശിനിയായ റിനി ആൻ തന്നോട് മോശമായി സമൂഹ മാധ്യമത്തിലൂടെ ഇടപെട്ടതിന്റെ ചാറ്റ് ഹിസ്റ്ററി അടക്കമാണ്, സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് വിവരം. അതവിടെ നിൽക്കെ തന്നെയാണ് ഈ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം ഉണ്ടാകുന്നത്. അവിടെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 88 അനുസരിച്ച് അമ്മയുടെ ആരോഗ്യത്തിന് ജീവഹാനി ഉണ്ടാവുകയോ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഗർഭചിത്രം അനുവദിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ അമ്മയുടെ പേരിൽ വരെ കേസെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നിലവിലെ നിയമം. ആ ഒരു നിയമസാധുത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിലെ നിയമ നടപടികൾ തുടർന്ന് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. പക്ഷേ പരാതിയുമായി ഈ ഗർഭചിത്രം നടത്തിയ 2 യുവതികളും രംഗത്ത് വന്നിട്ടില്ല എന്നതായിരുന്നു നിലവിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറിയിരുന്നത്. പക്ഷേ അവിടെ കൃത്യമായ ഒരു നിയമോപദേശം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർന്ന് ഏത് തരത്തിൽ ഇതിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് സൂചന. യെസ് ഡാൻ, ഇതോടൊപ്പം ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഈ കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 13 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയായ ജീന സജി തോമസാണ് ഈ രാഹുൽ വിവാദത്തിൽ ഗൂഢാലോചന ആരോപിച്ച് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഇവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക ആരോപണ കേസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ബോധപൂർവമായി നടത്തിയ നീക്കമാണ് ഇതെന്നാണോ ക്രൈംബ്രാഞ്ചിന്റെ സംശയം? ഇതിൽ അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ടാകും? അത് അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ ജീന സജി തോമസ് നൽകിയ മൊഴിയിലെ ചില പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് 2021 കോട്ടയം ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ജീന സജി തോമസ് എന്ന കാര്യം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 2 സഹോദരങ്ങളിൽ നിന്നായി 13 ലക്ഷത്തിലധികം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് ഈ കേസ്. സമാനമായ തരത്തിൽ ഇതൊരു പെയ്ഡ് പരാതിയാണോ, പേയ്മെന്റ് പരാതിയാണോ എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുണ്ടായത്. അത് അവരുടെ അന്വേഷണത്തിന്റെ ദിശ തെറ്റിക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കമാണോ അങ്ങനെ ഒരു മൊഴി നൽകിയതിലൂടെ അവർ മുമ്പോട്ട് വെച്ചത് എന്ന കാര്യമാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിലുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 24-ാം തീയതിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകുന്നത്. അന്നു മുതൽ ഈ മൊഴി നൽകുന്ന ഇന്നലെ വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ അവരെ ഫോണിൽ ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം അവർ കണ്ട ആളുകളെ കേന്ദ്രീകരിച്ചുമൊക്കെ വിശദമായ പരിശോധന ക്രൈംബ്രാഞ്ച് നടത്തും. അങ്ങനെ ഈ ഗൂഢാലോചനയിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച്. തീർച്ചയായും ഡാൻ, നമുക്കറിയാം ഈ ഒരു കേസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തലത്തിൽ നടപടി വേണമെന്നും MLA പദവിയിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നും നിലപാടെടുത്ത ശക്തമായ നിലപാടെടുത്ത 2 നേതാക്കളാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും അതോടൊപ്പം രമേശ് ചെന്നിത്തലയും. ഇവർക്കെതിരെ സൈബറിടത്ത് വലിയ രീതിയിലുള്ള ആക്രമണമുണ്ടായി. അതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ പോരാളികളാണെന്ന രീതിയിലുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലും ഈ വ്യാജ പരാതിയിൽ ഈ മൊഴിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടതാണോ? അങ്ങനെയെങ്കിൽ ഈ യുവതി, ഈ ജീന എന്ന ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിലുള്ള ബന്ധവും പരിശോധിക്കേണ്ടതല്ലേ? അതിലേക്ക് അന്വേഷണ സംഘം എത്തും. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലാണ് അവർ ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജീനയുടെ പരാതിക്ക് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആ പ്രേരണയ്ക്ക് പിന്നിൽ ആരാണ്? അത് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ടാണോ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പരിശോധന കടക്കും. നിലവിൽ ഒരു പ്രത്യേക കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല. പക്ഷേ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെയൊരു കേസ് നിലനിൽക്കുന്നതാണ്. അവർ ഉന്നയിച്ച ഈ മൊഴിക്ക് പിന്നിൽ എന്തോ ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരു ദുരൂഹതയുണ്ട് എന്നൊരു സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ തുടരുകയാണ്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് 17-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. 10 വയസ്സുള്ള അച്ഛൻ അതിക്രമം നടത്തിയതായും 2 വർഷം മുൻപ് അമ്മാവനും
കഴിഞ്ഞ മാസം മറ്റൊരാളും പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. ഭയം കാരണം ആരോടും ഇക്കാര്യം പെൺകുട്ടി പറഞ്ഞിരുന്നില്ല. കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ പരാതി പ്രകാരം മറ്റൊരു പോക്സോ കേസും അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തു. 17കാരനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കെ വി ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയല്ല എന്ന് തെളിയിക്കുന്ന അങ്ങേയറ്റം ഭയാനകമായിട്ടുള്ള ഒരു വാർത്തയാണിത്. അതായത് ഭയം കാരണം സ്വന്തം അച്ഛനും അമ്മാവനും ഉൾപ്പെടെ ലൈംഗികമായി ചൂഷണം ചെയ്ത കാര്യം ഭയം കാരണം പുറത്തുപോലും പറയാൻ കഴിയാത്ത അവസ്ഥ. ഏറ്റവും ഒടുവിൽ കൗൺസിലിങ്ങിലൂടെ പുറത്തു വരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഈ ലൈംഗിക ചൂഷണം ഉണ്ടായത്? മൊത്തം ഒരു 3 പേരുള്ള, അതായത് അച്ഛൻ അമ്മാവനെ കൂടാതെ എന്താണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? ടോമേ, നമുക്ക് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു വാർത്ത. നമ്മുടെ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന വാർത്ത. മാത്രമല്ല, ആരാണോ ഇവരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അനീതി നടക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഇത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. അതായത് 10 വയസ്സ് മുതൽ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ സ്വന്തം പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ കുട്ടിക്ക് ഇപ്പോൾ 17 വയസ്സാണ്. അതായത് 7 വർഷമായി ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു ഈ പിതാവ്, സ്വന്തം പിതാവ്. അതോടൊപ്പം ഇയാളുടെ ഭർത്തൃ സഹോദരൻ ഇത്തരത്തിൽ 2 വർഷം മുൻപ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു എന്ന ഒരു വിവരം കൂടി ഇതിൽ പുറത്തു വരുന്നു. ഏറ്റവും ഒടുവിലായി 2 മാസങ്ങൾക്ക് മുൻപ് അവിടെയുള്ള ഒരു നാട്ടുകാരനായ വിജയൻ എന്ന് പറയുന്നയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നും ഇപ്പോൾ അമ്പലത്തറ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ സ്വന്തം പിതാവും അതുപോലെ തന്നെ അമ്മാവനും ഒപ്പം നാട്ടുകാരും ഉൾപ്പെടെ പീഡിപ്പിച്ച ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇതിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ കുട്ടി കൂടുതൽ ആളുകളുടെ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ഏതായാലും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ സംഭവം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്നാണ് കൗൺസിലിംഗിന് വിധേയമാക്കുന്നത്. ഈ കൗൺസിലിംഗിലാണ് ഈ കുട്ടി ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഭയം കാരണമാണ് താൻ ഈ വിവരം പുറത്തു പറയാതിരുന്നതെന്നാണ് ഈ കുട്ടി കൗൺസിലിംഗിന് ഇടെ വ്യക്തമാക്കിയത്. അതായത് സ്വന്തം പിതാവാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം ചെയ്യുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും അമ്പലത്തറ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നാട്ടുകാരനായ വിജയൻ എന്ന് പറയുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ പിതാവിനെയും അതുപോലെ തന്നെ ഭർത്തൃ സഹോദരനെയും അവരെ 2 പേരെ ഇനി കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റൊരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ്. അതായത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നതാണ് ഈ കേസ്. ഇതും ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ആദ്യം പറഞ്ഞ കേസിൽ 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 3 കേസുകളാണ്, പോക്സോ കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ പിതാവും അമ്മാവനും ഇനി പിടിയിലാകാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ രാവിലെ ഇന്ന് ലഭിച്ചത്. അതായത് ഒരുപാട് പീഡനം, ഇത്തരത്തിൽ പെൺകുട്ടികൾ പീഡനം ഏൽക്കേണ്ടി വരുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്വന്തം പിതാവ് തന്നെ ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരാളിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ദുരനുഭവം, അതും 7 വർഷത്തോളം നിരന്തരമായി ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ടായിരുന്ന ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്നാലും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകളിലെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അതിദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് നേരിട്ടത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ സംരക്ഷണം നൽകേണ്ട സ്വന്തം പിതാവിൽ നിന്ന് പോലും ലൈംഗിക ചൂഷണത്തിന് ആ പെൺകുട്ടിക്ക് ഇരയാകേണ്ടി വരുന്നു. 7 വർഷത്തോളം ലൈംഗിക ചൂഷണം നേരിടുന്നു. ഇത് സ്വന്തം അമ്മയോടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോടോ ഇക്കാര്യം തുറന്നു പറയാൻ പെൺകുട്ടിക്ക് ആ വീട്ടിൽ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? മാത്രമല്ല, ഇത് എങ്ങനെയാണ് ഇക്കാര്യം പുറത്തു വരുന്നത്? ഈ സ്കൂളിലെ കൗൺസിലിങ്ങിനാണെന്ന് പറയുന്നുണ്ട്. അതോ ഈ വിഷയത്തെക്കുറിച്ച് മറ്റ് വീട്ടുകാർക്ക്, അമ്മ ഉൾപ്പെടെ മറ്റു വീട്ടുകാർക്ക് അറിവുള്ളതായിരുന്നോ? അവരും ഭയം കാരണം, ഈ പിതാവിനോടുള്ള അല്ലെങ്കിൽ അച്ഛനോടുള്ള ഭയം കാരണം ഇക്കാര്യം പുറത്തു പറയാതിരുന്നതാണോ, പരാതിപ്പെടാതിരുന്നതാണോ? ടോമെ, പോലീസ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഈ കുട്ടി ഭയം കാരണം ഇത് ആരോടും തന്നെ പുറത്ത് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല.
ഈ കുട്ടിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായുള്ള പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതരാണ് ഇത്തരത്തിൽ കൗൺസിലിംഗ് നടത്താൻ നിർദ്ദേശിച്ചത്. അതേ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് ഈ കുട്ടി മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കിയത്. എന്തായാലും ഈ സ്വന്തം പിതാവ് തന്നെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു, അതും 7 വർഷത്തോളം നിരന്തരമായി കുട്ടിയെ പീഡിപ്പിച്ചെന്ന വസ്തുത ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർക്ക് മുന്നിൽ ഈ കുട്ടി വിവരിക്കുകയായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ അമ്മാവൻ കൂടി തന്നെ പീഡിപ്പിക്കാറുണ്ട്, അതായത് 2 വർഷങ്ങൾക്ക് മുൻപ് ഈ 2 വർഷത്തിനിടയിലാണ് ഈ അമ്മാവനും ഇത്തരത്തിൽ പീഡനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാരനായ ഒരാൾ ഇത്തരത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഒരു കാര്യം കൂടി ഈ കൗൺസിലിംഗിനിടയിൽ പുറത്തു വരുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ ആളുകൾ ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ പിതാവിനെ ഇനി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്നും ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കുട്ടിയുടെ അമ്മാവിനെയും കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. ഏതായാലും ഇവർ ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട്, പക്ഷേ പോലീസ് ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ അറസ്റ്റിലായ വിജയനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം ഇനി കൂടുതൽ വ്യക്തത ഈ പിതാവിനെ കൂടി കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ പോലീസിന് ലഭിക്കൂ. എന്തായാലും ഈ കുട്ടി വിവരങ്ങളെല്ലാം കൃത്യമായി കൗൺസിലിംഗിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ എഫ്ഐആറിൽ കൃത്യമായി ഈ കാര്യങ്ങൾ, ഈ കുട്ടിയുടെ നേരത്തെ നേരിട്ട ദുരനുഭവവും ഒക്കെ അതിൽ കൃത്യമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ എഫ്ഐആറിൽ വകുപ്പുകൾ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഈ പിതാവിനെയും ഒപ്പം അമ്മാവിനെയും അറസ്റ്റ് ചെയ്താൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അമ്പലത്തറ പോലീസ് വ്യക്തമാക്കുന്നത്. അതിനായുള്ള ഇവരെ കണ്ടെത്താനായുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. യെസ്, ബൈജു, ഇതോടൊപ്പം ബൈജു നേരത്തെ സൂചിപ്പിച്ചു ഈ അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ഒരു 17-കാരനാണ് ആ കേസിലെ പ്രതി, 16-കാരിയാണ് ഇര. അതിന് ഈ പ്രണയം നടിച്ചുള്ള പീഡനമായിരുന്നോ? അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ ഒരു കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. 17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ഈ 16 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ഒരു വിവരം മാത്രമാണ് നമുക്ക് പുറത്തു വരുന്നത്. പോക്സോ കേസായതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എഫ്ഐആർ ഉൾപ്പെടെയുള്ള പകർപ്പ് ലഭിക്കാൻ സാധിക്കില്ല. ആ കാര്യത്തിൽ പോലീസ് ഈ വിദ്യാർത്ഥിയെ 17 വയസ്സുകാരനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഇതിൽ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ചിറ്റാരിക്കാൽ പോലീസ് സ്റ്റേഷനിൽ സമാനമായ ഒരു കേസ് മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. അതും 17 വയസ്സുകാരനും ഇതുപോലെ തന്നെ 16 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസാണ്. അത് പ്രണയം നടിച്ച ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പീഡനമായിരുന്നു. അത് ഗർഭിണി ആകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് ഈ നേരത്തെ സൂചിപ്പിച്ച 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 3 എഫ്ഐആർ പോക്സോ കേസ് പ്രകാരവും ഈ 16 വയസ്സുകാരി അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തന്നെ 16 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒരു എഫ്ഐആറും, ഇത്തരത്തിൽ 4 എഫ്ഐആർ ആണ് ഇത്തരത്തിൽ ഇപ്പോൾ അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഏതായാലും ഇതിലൊരു 17 വയസ്സുകാരനാണ് പ്രതി എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് ഏത് രീതിയിലുള്ള ലൈംഗിക പീഡനമാണ്? ഒരു പക്ഷേ ഇത്തരം കേസുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം അത് ഈ പ്രണയം നടിച്ചുള്ള നിരവധി ലൈംഗിക ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു അവസ്ഥയാവാനുള്ള ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് അമ്പലത്തറ പോലീസിന്റെ ഭാഗത്ത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ള നിലവിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കേസായി മാറുന്നത് ഈ 17 വയസ്സുകാരിയെ നിരന്തരം 7 വർഷത്തോളം സ്വന്തം പിതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആ കേസ് തന്നെയാണ്. അതിൽ ഏതായാലും ഇവരെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമമാണ് അമ്പലത്തറ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇവർ അറസ്റ്റിലാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നതും അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതും. വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് 17-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് അച്ഛനും അമ്മാവനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊരാൾ കൂടി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. 10 വയസ്സ് മുതൽ ഈ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നു. ഏകദേശം 7 വർഷത്തോളം അച്ഛൻ പീഡിപ്പിച്ചു, 2 വർഷത്തോളം അമ്മാവൻ ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇതോടൊപ്പം അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ തന്നെ മറ്റൊരു പോക്സോ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16-കാരിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത കേസിൽ 17-കാരനെതിരെയാണ് പോലീസിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന ആരോപണം. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനി സുമിയാണ് മരിച്ചത്. ക്യാൻസറിനുള്ള അത്യാധുനിക ചികിത്സാരീതിയായ ടിൽ തെറാപ്പി പരാജയപ്പെട്ടതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി,
ഈ ടിൽ തെറാപ്പി ചികിത്സയ്ക്ക് ലക്ഷങ്ങൾ ചിലവ് വരും. അത് ഈ ചികിത്സ നടപ്പാക്കിയാൽ ഒരു 60% വരെയും ഈ രോഗിക്ക് ജീവിതത്തിലേക്ക് തിരികെ വരാം എന്നൊക്കെ ഈ ആശുപത്രി അധികൃതർ ഈ ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അങ്ങനെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടി, ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടി വലിയ തുക, ഏകദേശം 10-75 ലക്ഷത്തോളം രൂപ ഈ കുടുംബം ചെലവഴിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ യുവതിയുടെ മരണം സംഭവിക്കുന്നു. എന്താണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്? ആശുപത്രി അധികൃതർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ? 32 വയസ്സുകാരിയാണ് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള സുമിക്ക് കുടലിലായിരുന്നു ക്യാൻസർ ബാധിച്ചത്. കുറെ നാളുകളായി അതിന്റെ ചികിത്സയുണ്ടായിരുന്നു. കേരളത്തിൽ വിവിധ ആശുപത്രികൾ ചികിത്സ നടത്തിയെങ്കിലും ഭേദപ്പെട്ടില്ല. ഇതിനെ തുടർന്നാണ് അവർ കൂടുതൽ വിദഗ്ധമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് തൊടുപുഴയിലെ സ്മിത ഹോസ്പിറ്റലിനെ പറ്റി അറിയുകയും ആ ആശുപത്രിയിൽ ടിൽ തെറാപ്പിയുണ്ട്, അത് 60% വരെ ക്യാൻസറിനെ നശിപ്പിക്കും, അല്ലെങ്കിൽ ക്യാൻസറിൽ നിന്ന് രക്ഷ നേടാൻ 60% വരെ സാധ്യതയുണ്ടെന്ന് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുകയും ചെയ്തു. പക്ഷേ 1 കോടി രൂപയാണ് ഇതിന്റെ ചികിത്സാ ചിലവ് വരുന്നത്. കുടുംബം 75 ലക്ഷം രൂപയാണ് ആശുപത്രിയിൽ നൽകിയത്. അങ്ങനെ കഴിഞ്ഞ 1 മാസത്തോളമായി സുമി ആശുപത്രിയിൽ തന്നെയായിരുന്നു, സ്മിത ആശുപത്രിയിൽ തന്നെയായിരുന്നു. അവിടെ വെച്ച് ഈ ചികിത്സ നടക്കുന്നതിനിടയിൽ ഇന്നലെ വൈകിട്ടോടുകൂടി സുമിയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ വഷളാകുകയും അമിതമായി വണ്ണം വയ്ക്കുകയും ചെയ്തു. ഈ തുടങ്ങുന്ന സമയത്ത് കുടുംബം പറയുന്നത് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് അസുഖബാധിതയായിരുന്നുവെങ്കിൽ പോലും നടക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെ കണ്ണൂരിൽ നിന്നും അവർ കാറിലാണ് തൊടുപുഴയിൽ എത്തിയത്. തൊടുപുഴ ആശുപത്രിയിലേക്ക് നടന്നു തന്നെയാണ് കയറിയത്. പിന്നീട് ഈ ചികിത്സയുടെ ഓരോ ഘട്ടം കഴിയുന്തോറും സുമിയുടെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരുന്നു. 60ഓളം കിലോ ഉണ്ടായിരുന്ന സുമി മരിക്കുന്നതിന് തൊട്ട് മുൻപ് 95 കിലോയോളം വെയിറ്റ് വെച്ചു. ഭാരം അമിതമായി വർദ്ധിക്കുകയും ഒക്കെ ചെയ്തു എന്ന് കുടുംബം ആരോപിക്കുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ ICUയിലേക്ക് സുമിയെ പ്രവേശിപ്പിച്ചു. പിന്നീട് ആരും സുമിയെ കാണുകയോ അല്ലെങ്കിൽ സുമിയുമായി സംസാരിക്കാൻ കഴിയുകയോ ഒന്നും തന്നെ കുടുംബത്തിന് സാധിച്ചതുമില്ല. ഇന്നലെ വൈകിട്ടോടുകൂടി സുമിയെ കുറച്ചുകൂടി ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്മിത ആശുപത്രിയിൽ ഡോക്ടർമാരടക്കം പറയുകയും ചെയ്തു. ഇത് കുടുംബത്തിന് വളരെ ഷോക്കായിരുന്നു. കാരണം അത്രയും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല സുമിക്ക്. ക്യാൻസർ ആണെങ്കിൽ കൂടിയും മറ്റ് നടക്കുന്നതിനോ ഒരു സംസാരിക്കുന്നതിനോ ഒന്നും കുഴപ്പമുണ്ടായിരുന്ന കുട്ടിയല്ല. പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് ആദ്യം കുടുംബം പോലും വലിയ രീതിയിൽ പരിഭ്രാന്തപ്പെട്ടു. പിന്നീട് ആശുപത്രി അധികൃതർ പറയുന്നത് അത് ചികിത്സ ഫലവത്തായില്ല, കുട്ടിയുടെ നില ഗുരുതരമായി, അതിനെ തുടർന്ന് ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്നാണ് പിന്നീട് ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ആശുപത്രി അധികൃതർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഇതുവരേക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർ കുടുംബത്തോട് പറഞ്ഞത് ഞങ്ങൾക്ക് പരമാവധി ചെയ്യേണ്ട ചികിത്സകളെല്ലാം ചെയ്തു, ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാം, ആ രീതിയിലേക്ക് പൊക്കോട്ടെ, കോടതിയാണെങ്കിൽ ആ രീതിയിലേക്ക് പോകാൻ ഡോക്ടർമാരും അല്ലെങ്കിൽ ആശുപത്രി അധികൃതരും തയ്യാറാണെന്നൊരു മറുപടിയാണ് കുടുംബത്തിന് നൽകിയത്. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് സുമയുടെ മരണ വാർത്ത കുടുംബത്തെ അറിയിച്ചതും കുടുംബം വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ആശുപത്രിക്കെതിരെ ഉന്നയിക്കുന്നത്. രാവിലെ തന്നെ മൃതദേഹം സ്വന്തം വീടായ മട്ടന്നൂരിലേക്ക് തീർച്ചയായും നവമി, വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഈ സുമിയെ കൊണ്ടുവരുന്നത് ഈ കുടുംബം. അതിനുശേഷം ഇത്തരമൊരു ദുരന്തം സംഭവിക്കുന്നവർ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് ആ കുടുംബമുള്ളത്. എന്താണ് അവരുടെ തീരുമാനം? നിയമപരമായി മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടോ? അതെ, അവരെന്തായാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 60% രോഗം ഭേദപ്പെടുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവരിൽ നിന്നും 1 ലക്ഷം രൂപ 1 കോടി രൂപ ആവശ്യപ്പെട്ടത്. പക്ഷേ 75 ലക്ഷം രൂപ മാത്രമേ അവർക്ക് സംഘടിപ്പിച്ച് നൽകാൻ കഴിയുകയുള്ളൂ. ഇത്രയും വലിയ തുക നൽകുന്നതിന് സമയം ചോദിച്ചു എങ്കിൽ പോലും അവർ ചെറിയ സാവകാശം മാത്രമാണ് നൽകിയത്. അതിന്റെ ഘട്ടമായാണ് 75 ലക്ഷം രൂപ നൽകിയത്. ഇത്രയും ഉയർന്ന തുക വാങ്ങിയിട്ടും ഈ രോഗിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ
ചികിത്സ നൽകിയില്ല, അല്ലെങ്കിൽ ഈ മരുന്ന് കുത്തിവെച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ചികിത്സ നടത്തിയതോടെ ഈ തെറാപ്പി നടത്തിയത് കൊണ്ടാണോ രോഗിയുടെ മരണമടക്കം സംഭവിച്ചതെന്ന സംശയമാണ് കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന ഉറപ്പിൽ തന്നെയാണ് കുടുംബം ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം തൊടുപുഴയിലെത്തി അവിടെ പോലീസിന് പരാതി നൽകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ പോകുന്നതിൽ തടസ്സമില്ല. ഈ ആശുപത്രി അധികൃതർ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. എന്തായാലും ക്യാൻസർ ചികിത്സയ്ക്കായി, കുടലിലെ ക്യാൻസർ ചികിത്സയ്ക്കായി ആയിരുന്നു 1 മാസം മുമ്പ് സ്മിത ആശുപത്രിയിൽ സുമിയും കുടുംബവും എത്തിയത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഞ്ചാലമ്മൂട് സ്കൂളിൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസ്. വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. കൊല്ലം അഞ്ചാലമ്മൂട് സ്കൂളിൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസ്. PT അധ്യാപകൻ റാഫിക്കെതിരെയാണ് അഞ്ചാലമ്മൂട് പോലീസ് കേസെടുത്തത്. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതായും വിദ്യാർത്ഥിയാണ് അധ്യാപകനെ ആദ്യം മർദ്ദിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. അധ്യാപകനെ തല്ലിയാലും വിദ്യാർത്ഥിയെ തല്ലാൻ പാടില്ല എന്നതാണ് രീതിയെന്നും മന്ത്രി പറയുന്നു. സംഭവിച്ച 1500 കുട്ടികളുള്ള വലിയ സ്കൂളാണ്. ആദ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപനം അടിച്ച് താഴെ ഇട്ടു കുട്ടികൾ. അധ്യാപനം എണീറ്റ് കുട്ടിയെ അടിച്ചു. അപ്പോൾ അധ്യാപനം അടി കിട്ടിയാലും കുട്ടിയെ അടിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യ അന്വേഷണം റിപ്പോർട്ട് കിട്ടി, അധ്യാപനം സസ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അധ്യാപനം വിദ്യാർത്ഥിയും തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ലല്ലോ. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയും. വിദ്യാർത്ഥിനിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതായി ബന്ധപ്പെട്ട തർക്കമാണ് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഇത് മന്ത്രിയുടെ ഈ ഒരു വാദത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു വിദ്യാർത്ഥി തല്ലിയാലും അധ്യാപകൻ തിരിച്ച് മർദ്ദിക്കാൻ പാടില്ല എന്ന രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പണ്ടൊക്കെ നമുക്ക് അധ്യാപകരുടെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പുതിയ തലമുറയ്ക്ക് അതില്ല. മാത്രമല്ല അധ്യാപകർക്ക് നേരെ കൊലവിളി മുഴക്കുന്ന ഒരു സംസ്കാരം ഇവിടെ വളർന്നു വരുന്നു. അതിനെ ഈ ചില ഈ ബാലാവകാശ നിയമപ്രകാരവും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾക്കൊരു നിയമപരിരക്ഷയുണ്ട്. ഒരു മുൻപൊക്കെ അധ്യാപകർ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുകയും ശകാരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് ഈ അഞ്ചാലമ്മൂടിലെ ഈ സ്കൂളിൽ സംഭവിച്ചത്? +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കായികാധ്യാപകന്റെ പേരിൽ അഞ്ചാലമ്മൂട് പോലീസാണ് കേസെടുത്തത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് മാറ്റി നിർത്താനുമാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 3:45 കൂടിയാണ് അഞ്ചാലമ്മൂട് ഗവൺമെന്റ് HSSൽ ഈ സംഭവം നടക്കുന്നത്.
ഒരു ഇടവേള കഴിഞ്ഞ് ക്യാൻറ്റീന് സമീപം സംസാരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ സഭ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു. ഇത് കായികാധ്യാപകൻ ചോദ്യം ചെയ്തു. ഇതായിരുന്നു ഈ ഒരു സംഭവത്തിന് തുടക്കം. ഇത് സംഘർഷത്തിൽ കലാശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. വിദ്യാർത്ഥി കൈചൂണ്ടി സംസാരിക്കുകയും അധ്യാപകനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറണമെന്ന് പറഞ്ഞു. ഈ കായികാധ്യാപകൻ സംബന്ധിച്ച് ഹൈസ്കൂൾ അധ്യാപകനാണ്. ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയോടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ആ വിദ്യാർത്ഥി ഇത് കാര്യമായി ഏറ്റെടുത്തില്ല. ഈ ഒരു അങ്ങനെ പറഞ്ഞതിനോട് വിഭിന്നമായിട്ട് ഈ വിദ്യാർത്ഥി പ്രവർത്തിക്കാൻ ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഇരുവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ളൊരു വിരോധത്തിന് കാരണമായിട്ടും അങ്ങനെ വലിയൊരു സംഘർഷത്തിലേക്ക് എത്തി. നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അധ്യാപകന്റെ കയ്യിലുള്ള ഒരു താക്കോൽ കൂട്ടം വെച്ച് വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്നുള്ളതാണ്. വിദ്യാർത്ഥിയുടെ മൂക്കിലും നെറ്റിയിലുമെല്ലാം നല്ല രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട്. വിദ്യാർത്ഥി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും തിരിച്ചു മർദ്ദനമേറ്റ അധ്യാപകൻ കടക്കൽ ആശുപത്രിയിലും ചികിത്സ തേടി. ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ചൈൽഡ് വെൽഫെയർ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പും ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അന്യായമായി തടഞ്ഞുവെക്കൽ, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുന്നത് കേട്ടോ. തീർച്ചയായും ഈ അധ്യാപകൻ ഇങ്ങനെ പ്രകോപിതനാകാനുള്ള സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതല്ലേ? കാരണം ഒരു പെൺകുട്ടിയോട് ഈ വിദ്യാർത്ഥി മോശമായി പെരുമാറി, അതേ തുടർന്നുണ്ടായ തർക്കമാണ് പിന്നീട് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഈ തർക്കത്തിലേക്കും പിന്നീട് ഏറ്റുമുട്ടലിലേക്കൊക്കെ വഴിവെച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ക്രൂരമായി ഈ അധ്യാപകൻ മർദ്ദിച്ചതിന് അതിന് തക്കതായ കാരണമുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥിയും ഒരു വിദ്യാർത്ഥിനിയും തമ്മിലുള്ള ഒരു സംസാരമായിരുന്നു. ഇതിനിടയിലാണ് ഈ അധ്യാപകൻ ഇടപെടേണ്ടി വന്നത്. ഇത് ഈ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെടാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചില വിദ്യാർത്ഥികൾ അധ്യാപകരെ ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിലുള്ള ചില ശൈലികൾ ഇപ്പോഴും കലാലയങ്ങളിൽ പിന്തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് തന്നെ ഇവിടെയും ആവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയാണ്. ഹൈസ്കൂൾ അപ്പോൾ ഞാനത് അനുസരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ഇത് തന്നെയാണ് അവിടെ പ്രകടമായതും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ക്ലാസ്സിലേക്ക് പോകണം എന്ന് ഈ അധ്യാപകൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ വിദ്യാർത്ഥി പോകാതെ അധ്യാപകന്റെ ആ ഒരു വാക്ക് പൂർണ്ണമായി അനുസരിക്കാതെ അധ്യാപകനെ കളിയാക്കുന്ന തരത്തിൽ, അത് വളരെ പതുക്കെ നടന്നു പോയി എന്നാണ് പറയുന്നത്. വളരെ പതുക്കെ പോയപ്പോൾ അധ്യാപകൻ വീണ്ടും ചോദ്യം ചെയ്തു. അത് ഈ വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം, ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംസാരം ഒരുപക്ഷെ അവരങ്ങനെ അത് പറഞ്ഞു തീർക്കുമായിരുന്നു. അവിടെ ഈ അധ്യാപകൻ ഇടപെടേണ്ടി വന്നു. അത് വേറൊരു സംഭവമാണ്. അതാണ് ഇത് വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചു. എന്തായാലും രക്തത്തിൽ കുളിച്ചു നിന്നൊരു സാഹചര്യം ഉണ്ടായെന്നാണ് സഹപാഠികൾ പോലീസിന് പോലും മൊഴി നൽകിയത്. വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടം ഉപയോഗിച്ച് മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റിക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അയാളുടെ മുഖത്തുൾപ്പെടെ, ഈ വിദ്യാർത്ഥിയുടെ മുഖത്തുൾപ്പെടെ വലിയ രീതിയിലുള്ള പരിക്കുകളാണ് ഏറ്റത്. രക്തം വാർന്നൊലിച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. കുട്ടികളെല്ലാം വലിയ ഭീതിയിലായിരുന്നു. അങ്ങനെയാണ് പ്രിൻസിപ്പാൾ ഇടപെട്ട് പോലീസിൽ വിവരം അറിയിക്കുന്നതും പോലീസ് സ്ഥലത്ത് എത്തുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഈ അധ്യാപകനെതിരെ മാത്രമാണോ നിയമ നടപടി ഉള്ളത്? ഈ 17കാരനെതിരെയും നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ടോ? കാരണം ഈ പെൺകുട്ടിയെ അപമാനിച്ച കേസുണ്ട്, അധ്യാപകനെ ആക്രമിച്ച കേസുണ്ട്. അതോ ഈ പ്രായത്തിൻ്റെ പരിഗണന കൊണ്ട് ആ വിദ്യാർത്ഥിക്കെതിരെ ഇതുവരെയും കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലേ? നിലവിൽ പോലീസ് രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടോമസ് സൂചിപ്പിച്ചുകൊണ്ട് പ്രായത്തിന്റെ പരിഗണന എന്തായാലും ഈ വിദ്യാർത്ഥിക്കുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് നമുക്കറിയാൻ കഴിയുന്നത് കുട്ടിയെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്നും മാറ്റി നിർത്താനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ അല്പസമയം മുന്നേ വന്ന മന്ത്രിയുടെ മാധ്യമങ്ങളോട് പറഞ്ഞതിലും അത് വ്യക്തമാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഇത് നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളത് കറക്റ്റാണ്. കാരണം ഈ അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച ഇതെല്ലാം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പും മന്ത്രി നൽകിയിട്ടുണ്ട് കേട്ടോ. വ്യക്തമാണ്. എസ് ബിനീഷാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. അഞ്ചാലുംമൂട് സ്കൂളിൽ വിദ്യാർത്ഥിയെ, +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലാണ് അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്.
മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് തിരിച്ചടി. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ഹർജി തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, എന്തായാലും സൗബിൻ്റെ ഈ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള സൗബിൻ്റെ ഹർജി ഇപ്പോൾ തള്ളിയിട്ടുണ്ട്. എന്ത് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സൗബിൻ ഹൈക്കോടതിയെ സമീപിച്ചത്? ടോമി, മഞ്ഞുമൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സൗബിന് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കണം, വിദേശത്തേക്ക് പോകരുത് എന്ന നിബന്ധനയൊക്കെ ഹൈക്കോടതി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഈ ജാമ്യ വ്യവസ്ഥയിൽ ഒരു ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സൗബിൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സൗബിൻ പറയുന്നത് ദുബായിൽ ഒരു അവാർഡ് ഷോ ഉണ്ട്, ഒരു നൈറ്റ് ഷോ ഉണ്ട്. ആ ഷോയിൽ പങ്കെടുക്കുവാൻ തനിക്ക് അനുമതി നൽകണം, വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതി ഇത് തള്ളുകയായിരുന്നു. വിദേശത്തേക്ക് പോകാൻ അനുമതിയില്ല എന്ന് തന്നെ ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ സൗബിന് ഈ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവാർഡ് ഷോ ആയോ ബന്ധപ്പെട്ടൊന്നും തൽക്കാലം വിദേശത്തേക്ക് പോകാൻ കഴിയില്ല. ഈ കേസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമേ സൗബിന് വിദേശത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്നുകൂടിയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ ഒരു ഉത്തരവിലൂടെ മനസ്സിലാകുന്നത്. ഈ മഞ്ഞുമൽ ബോയ്സിലെ സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ സിനിമയുടെ നിർമ്മാണത്തിനു വേണ്ടി സിറാജ് എന്ന ഒരു വ്യക്തിയിൽ നിന്നും മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ പണം വാങ്ങുകയും പിന്നീട് അത് തിരികെ നൽകുകയോ ചിത്രത്തിന്റെ ലാഭവിഹിതമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മുടക്കിയ തുകയോ തിരികെ നൽകിയില്ല എന്ന് കാട്ടിക്കൊണ്ടായിരുന്നു ആദ്യം ഇത് പോലീസിന് പരാതി നൽകുകയും പിന്നീട് കോടതിയിലടക്കം ഈ പരാതിക്കാരന് അനുകൂലമായിട്ടൊരു നിലപാടിലേക്ക് ഹൈക്കോടതി വരെ എത്തുകയും ചെയ്തത്. എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൗബിനും മറ്റ് രണ്ട് നിർമ്മാതാക്കളും പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഇവർ തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടും പിന്നീട് കുറച്ച് തുക തിരികെ നൽകാമെന്ന് സൗബിൻ പറയുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലേക്ക് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു അവാർഡ് ഷോയുമായി ബന്ധപ്പെട്ട് ദുബായിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ വീണ്ടും സൗബിൻ സമീപിക്കുകയും എന്തായാലും ഹൈക്കോടതി ഈ ഒരു ആവശ്യം തള്ളിയിരിക്കുകയാണ്. വ്യക്തമാണ് നവമി. ഇതോടൊപ്പം ഇനി അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇനി സൗബിൻ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, അതിലൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അല്പസമയം മുൻപാണ് ഉത്തരവ് വന്നത്. ജാമ്യാപേക്ഷയിൽ ജാമ്യ ഹർജിയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സൗബിൻ കോടതിയെ സമീപിച്ചിരുന്നത്. എന്തായാലും കോടതി അത് തള്ളിയിരിക്കുകയാണ്. തൽക്കാലം വിദേശത്തേക്ക് പോകണ്ട എന്നൊരു നിർദ്ദേശമാണ് സൗബിന് നൽകിയിരിക്കുന്നത്. ഇനി എന്തായാലും ഡിവിഷൻ ബെഞ്ചിനെ അടക്കം അഭിഭാഷകൻ മുഖേന സമീപിക്കുമോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. തൽക്കാലം എന്തായാലും ഈ ഹൈക്കോടതി സൗബിന്റെ ഈ ഒരു വിദേശ യാത്ര ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ യാത്ര പോകണ്ട എന്ന് തന്നെ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകൾ മറ്റ് നടപടിക്രമങ്ങളെല്ലാം മരട് പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സൗബിൻ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുകൂടി കോടതി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ സിറാജ് വലിയതുറ നൽകിയ പരാതിയിലായിരുന്നു ഈ മഞ്ഞുമൽ ബോയ്സിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും ഇതിന്റെ ഒരു അന്വേഷണം ഇഡിയുടെ ഭാഗത്തൊക്കെ പുരോഗമിക്കുകയാണ്. 200 കോടി ആണ് ഈ സിനിമ കളക്ട് ചെയ്തതെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട റിപ്പോർട്ട്. പക്ഷേ തമിഴ്നാട്ടിലടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ ഇഡിക്ക് മനസ്സിലായത് തിയേറ്ററുകളിലൊന്നും തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയേറെ ആളുകൾ ഇടിച്ചു കയറുന്നില്ല. എങ്ങനെയാണ് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം ചുരുങ്ങിയ കാലം കൊണ്ട് 200 കോടി എങ്ങനെ ലഭിക്കും എന്നൊരു സംശയം ഇഡിയും ഉന്നയിച്ചിട്ടുണ്ട്. ആ രീതിയിലൊക്കെ അന്വേഷണം ഇഡിയുടെയും കേരള പോലീസിന്റെയും അന്വേഷണമൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കെട്ടി ജലീൽ PK ഫിറോസ് പോര് മുറുകുന്നു. മലയാള സർവകലാശാല ഭൂമി ഇടപാടിൽ ജലീൽ നേരിട്ട് ഇടപെട്ടുവെന്ന ആരോപണവുമായി PK ഫിറോസ് രംഗത്ത് വന്നു. ഇക്കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ ഉടൻ പുറത്തുവിടുമെന്ന്
ഫിറോസ് പറഞ്ഞു. മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ അഴിമതി കഥകൾ പുറത്തുവരുമെന്ന ഭയമാണ് ജലീലിന്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ഉന്നയിക്കുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമെന്നുമാണ് ഫിറോസിന്റെ വിശദീകരണം. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും, മനോനില തെറ്റിയതുപോലെ പെരുമാറും. അതേസമയം PK ഫിറോസിന് മറുപടിയുമായി KT ജലീൽ രംഗത്ത് വന്നു. ഒരുപാട് രാജ്യങ്ങളിൽ ജോബ് വിസയുള്ള ബിസിനസ്സുകൾ നടത്തുന്ന ഫിറോസ് കുമ്പിടി മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണെന്നുമായിരുന്നു ജലീലിന്റെ പ്രതികരണം. പ്രധാന ആരോപണങ്ങൾ ഫിറോസ് അംഗീകരിച്ചെന്നും യൂത്ത് ലീഗിന്റെ മറ്റ് നേതാക്കൾക്കും ജോബ് വിസയുണ്ടോ എന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കണമെന്നും KT ജലീൽ ആവശ്യപ്പെട്ടു. ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് നിഷേധിച്ചിട്ടില്ല. എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന ഇദ്ദേഹം ഒരു മായാവി തന്നെയാണ്. കുമ്പിടി എന്ന് പറഞ്ഞാൽ പോരാ, അത് കുറച്ച് താഴ്ന്നു പോകും. പൊളിറ്റിക്കൽ കുമ്പിടിയല്ല, സാക്ഷാൽ മായാവി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഈ PK ഫിറോസിന്റെ സഹോദരനെ ലഹരി കേസിൽ പിടികൂടിയതിന് പിന്നാലെയാണ് മലപ്പുറത്തെ അതായത് PK ഫിറോസും അതായത് KT ജലീലും അതായത് CPM നേതാക്കളും തമ്മിലുള്ളൊരു പരസ്യ ഏറ്റുമുട്ടൽ തുടങ്ങുന്നത്. അത് ഒടുവിൽ PK ഫിറോസിന്റെ ബിസിനസ് ഇടപാടുകളിലേക്ക് വരും കാര്യങ്ങളെത്തി. സമൂഹ മാധ്യമങ്ങളിൽ PK ഫിറോസിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും ഓരോ ദിവസങ്ങളിലും KT ജലീലും അതോടൊപ്പം CPMന്റെ സൈബർ സംഘങ്ങളും ഓരോ ദിവസങ്ങളും പുറത്തുവിടുന്നുണ്ട്. അതിനിടെയാണ് ജലീലിനെതിരെ കടന്നാക്രമണം നടത്തി PK ഫിറോസും ഒരു പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. എന്താണ് ഈ ഫിറോസ് ജലീൽ പോരിന്റെ പിന്നിൽ? ടോമോ, നമുക്കറിയാം PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് KT ജലീൽ ആദ്യം വെടിപൊടിച്ച് രംഗത്തെത്തിയത്. ഈ മയക്കുമരുന്ന് ലോബിയുമായി തന്റെ സഹോദരന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ മയക്കുമരുന്നിനെതിരെ പ്രചാരണമൊക്കെ നടത്തുന്ന യൂത്ത് ലീഗിന്റെ നേതാവായ PK ഫിറോസ് എന്തുകൊണ്ട് പോലീസിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചില്ല എന്നും ഈ അവിഹിതമായ രീതിയിലുള്ള ധനസമ്പാദനം PK ഫിറോസ് നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വിശാലമായ ഒരു വലിയ പാതയുടെ വശത്തുള്ള ഒരു വീടും കോടികൾ മുടക്കി നിർമ്മിച്ച വീട് നിർമ്മിച്ചു. ഒപ്പം വലിയ ആഡംബര ശൈലിയിൽ ജീവിക്കുന്നു. ഒരുപാട് ബിസിനസ് സംരംഭങ്ങളിൽ പണമിറക്കിയിരിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ആദ്യഘട്ടത്തിൽ KT ജലീൽ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് പിന്നീട് ഈ KT ജലീലിന്റെ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് പോയി അവിടെ നിന്നും ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്ത് ഒരു പ്രചാരണ രീതിയിലേക്ക് മാറിയത്. അത് പാലക്കാട്ടെ എമ്മി ഫ്രൈഡേ ഒരു ഫ്രാഞ്ചൈസിയിലാണ് ആദ്യം പോയി ചിത്രമെടുത്ത് പിന്നീട് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ സ്ഥിതി ചെയ്യുന്ന ഇതേ സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചിൽ പോയി ചിത്രമെടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനൊരു വ്യവസായ സംരംഭകനാണ് PK ഫിറോസ് എന്ന് വരുത്താനാണ് ആദ്യം ശ്രമിച്ചത്. ഇതിനുശേഷമാണ് ഗൾഫിൽ ഒരു സ്ഥാപനത്തിലെ മാനേജറായി ജോലി ചെയ്യുന്നു. കേവലം 3 ജീവനക്കാർ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 5 ലക്ഷം രൂപയാണ് ഓരോ മാസവും ശമ്പളം എന്ന ഇനത്തിൽ PK ഫിറോസ് കൈപ്പറ്റുന്നത്. അതൊരു റിവേഴ്സ് ഹവാല ഇടപാടാണ്. അതായത് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പണം തട്ടിപ്പിലൂടെ ഈ യൂത്ത് ലീഗിൻ്റെയും മറ്റും ഫണ്ട് വഴി പകതിരിക്കുന്ന പണം ഗൾഫിലേക്ക് പോകുന്നു. ഗൾഫിൽ നിന്നും ശമ്പളം എന്ന രീതിയിൽ ഈ പണം കേരളത്തിലേക്ക് വരുന്നു എന്നിങ്ങനെയുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. വിദേശത്ത്
ജോബ് വിസ, ജോബ് കാർഡ് അടക്കം ഉണ്ട് PK ഫിറോസിന് എന്ന കാര്യവും പങ്കുവെക്കുന്നു. ഇത്തരത്തിലാണ് പലതരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. ഈ ബ്ലൂഫിൻ ട്രാവൽസ് എന്ന ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്, ഒപ്പം ഒരു വില്ല പ്രോജക്റ്റിന്റെ പ്രധാന സംരംഭകനാണ്. ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകൾ PK ഫിറോസിനുണ്ട് എന്ന ആരോപണമായി മുന്നോട്ടാണ് KT ജലീൽ വന്നത്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ ഇതിന് പ്രതികരണങ്ങളൊന്നും നൽകാതെ ഇരുന്ന PK ഫിറോസ് ഇന്ന് വിശദമായി തന്നെ ഇക്കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. താനൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ വ്യവസായ സംരംഭകനാണ് എന്ന കാര്യം താൻ അംഗീകരിക്കുന്നു. അത് ഒരു തെറ്റായ കാര്യമല്ല. നിയമവിരുദ്ധമായ ഒരു തരത്തിലുമുള്ള ഇടപാടുകൾ താൻ നടത്തിയിട്ടില്ല എന്ന് PK ഫിറോസ് പറയുന്നു. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്നത് അഭിമാനകരമായ കാര്യമാണ് എന്നും അദ്ദേഹം പറയുന്നു. താൻ ഈ KT ജലീൽ സന്ദർശിച്ച 2 സ്ഥാപനങ്ങളിലും തനിക്ക് പങ്കാളിത്തമുണ്ട്. തൻ്റെ ബിസിനസ് പങ്കാളികളെ വരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് KT ജലീൽ നീങ്ങുന്നു എന്നും പറഞ്ഞു. പക്ഷേ ഈ ഗൾഫിലെ വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ചിത്രം ഇന്നും നൽകാൻ PK ഫിറോസിന് കഴിഞ്ഞില്ല. 5 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമ്പോൾ എത്രയാണ് ശമ്പളം എന്നത് തൻ്റെ സ്വകാര്യതയിൽ വരുന്ന കാര്യങ്ങളാണ്. ഒപ്പം ഈ കമ്പനിയിൽ 3 ജീവനക്കാരാണ് ആകെയുള്ളത്, ഫിറോസ് അടക്കം. എന്താണ് ആ ഉൽപ്പന്നം, അല്ലെങ്കിൽ എവിടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്, ആരാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ എന്നീ ചോദ്യങ്ങളോടൊന്നും അദ്ദേഹം കാര്യമായി ഒരു പ്രതികരണം നടത്തിയില്ല. കാരണം ഈ സ്ഥാപന ഉടമയുടെ പേര് പറഞ്ഞാൽ ആ സ്ഥാപന ഉടമയെ ഒരുപക്ഷെ KT ജലീൽ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് താൻ അക്കാര്യം പറയാത്തത് എന്നും അദ്ദേഹം പറയുന്നു. ഒപ്പമാണ് മറ്റു ചില ആരോപണങ്ങൾ കൂടി KT ജലീലിനെതിരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ മലയാളം സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കോടികളുടെ ഒരു അഴിമതി കാട്ടിയിരുന്നു. ഈ അഴിമതി സംബന്ധിച്ച തെളിവുകൾ തന്റെ പക്കലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തെളിവുകൾ താൻ വൈകാതെ പുറത്തുവിടും എന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ തന്റെ വിശ്വാസ്യത തകർക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ താൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ KT ജലീലിനോട് ഉള്ള വിരോധം നിമിത്തം പറയുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം, അങ്ങനെയാണ് ഈ തനിക്കെതിരെ കടന്നാക്രമിക്കാനുള്ള ഒരു നീക്കവുമായി KT ജലീൽ രംഗത്ത് വരുന്നത്. നേരത്തെയും ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട താൻ നൽകിയ പരാതിയിൽ, അല്ലെങ്കിൽ താൻ പുറത്തുവിട്ട തെളിവുകളിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം തന്നെ രാജിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ എത്തിയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ച എന്നവണ്ണമാണ് തനിക്കെതിരായ അധിക്ഷേപങ്ങൾ, തനിക്കെതിരായ ആരോപണങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഇരുവരും തമ്മിലുള്ള പോരാട്ടം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. കാരണം ഈ PK ഫിറോസിന്റെ വിശദീകരണത്തിന് പിന്നാലെ വീണ്ടും കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് KT ജലീൽ മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. കാരണം തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പ്രൊഫഷൻ എന്ന് രേഖപ്പെടുത്തിയിരുന്നത് അഭിഭാഷകൻ എന്നായിരുന്നു. അങ്ങനെ അഭിഭാഷക വൃത്തി എന്ന് രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരാൾ എങ്ങനെ വ്യവസായം നടത്തി പണം സമ്പാദിക്കാൻ പറ്റും? ഒപ്പം ഈ 47 ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ട് എന്നായിരുന്നു സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഫിറോസ് കാണിച്ചിരുന്നത്. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത്രയധികം പണം മുടക്കിയുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നത്? MAയുടെ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ പോലും 35 ലക്ഷം രൂപ ചെലവ് വരും. ഇത്തരത്തിൽ 2 ഫ്രാഞ്ചൈസികൾ എടുക്കുമ്പോൾ 70 ലക്ഷം രൂപ അതിന് മാത്രം ചെലവഴിക്കേണ്ടി വരുന്നു. ഒപ്പം ഈ ഗൾഫിലെ വ്യവസായ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും പുറത്തു വരുന്നില്ല. അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ അഡ്രസ്സ് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതൊരു കടലാസ് സ്ഥാപനമാണ്, ഈ റിവേഴ്സ് ഹവാലയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇന്നും KT ജലീൽ പറയുന്നത്. ഒപ്പം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ചില ജഡ്ജിമാരും ലീഗിന്റെ നേതാക്കളും തമ്മിൽ നടത്തിയ ഒരു കൂട്ട് കച്ചവടത്തിന്റെ ഭാഗമായി ഉയർന്നതാണ്. മറിച്ചാണ് വസ്തുതയെങ്കിൽ തനിക്കെതിരെ കേസ് നൽകും എന്നടക്കമുള്ള കാര്യങ്ങളും KT ജലീൽ പറയുന്നുണ്ട്. ഏതായാലും ഈ പോര് വരും ദിനങ്ങളിൽ കൂടുതൽ കടുക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല, അല്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നു എന്നൊക്കെ KT ജലീൽ നേരത്തെ പറഞ്ഞെങ്കിലും അദ്ദേഹം മത്സര സന്നദ്ധനായി മുമ്പിലേക്ക് വരുന്നതിനുള്ള സാഹചര്യം PK ഫിറോസ് ആണെങ്കിൽ മറുവശത്ത് സർക്കാരിനെ നിരന്തരം കടന്നാക്രമിക്കുന്ന, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഉറപ്പ് ലീഗ് സീറ്റായി കാണുന്ന ഒരു ആൾ, അങ്ങനെ 2 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അത് മുൻനിർത്തിയാണ് ഇത്തരം ചില ആരോപണങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം മുസ്ലിം ലീഗിലെ തന്നെ ചില ആഭ്യന്തര പ്രശ്നങ്ങളും ഇത്തരം ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് ചില വിലയിരുത്തലുകളുണ്ട്. കാരണം കൃത്യമായി തന്നെ ഇദ്ദേഹം ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപനം, ഇദ്ദേഹത്തിന്റെ കണക്കുകളുമായി വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മറ്റ് തരത്തിലുള്ള വിവരങ്ങൾ എന്നിവ കൃത്യമായി KT ജലീലിന് ലഭ്യമാവുന്നുണ്ട്. അതെവിടെ എന്ന ഒരു ചോദ്യവും ലീഗിനെ പൊഴിക്കുന്നുണ്ട്. ഒപ്പം ലീഗിൽ നിന്നും കാര്യമായ ഒരു പിന്തുണ ഇതുവരെ, അല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് രംഗത്തിറങ്ങി ഈ PK ഫിറോസിനെ ന്യായീകരിക്കുന്നതിനും മറ്റും കളത്തിലിറങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് തീർച്ചയായും ഒരു രാഷ്ട്രീയ മാനം കൂടി, ആഭ്യന്തരവും പുറത്തുള്ളതുമായ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസില് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ മുസ്ലിം ലീഗിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള
ഒരു യുവ നേതാവാണ് PK ഫിറോസ്, യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. പക്ഷേ ഇവിടെ യൂത്ത് ലീഗിൻ്റെ നേതാവിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് ലീഗ് നേതൃത്വം ഫിറോസിന് ഒരു പിന്തുണ നൽകാത്തത്? ഫിറോസ് പാർട്ടിയിൽ ഒറ്റപ്പെടുന്നുണ്ടോ? മാത്രമല്ല, മുൻമന്ത്രി KT ജലീൽ ഉന്നയിച്ചതുപോലെ കത്മ ഉന്നാവ ഫണ്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടോ? ഇതോടൊപ്പം ജലീലിൻ്റെ ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തപ്പോൾ സമർപ്പിച്ച കണക്കുകളിലൊക്കെ പൊരുത്തക്കേടുണ്ട്. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? ഇക്കാര്യങ്ങളിലൊക്കെ ഫിറോസും ലീഗ് നേതൃത്വവും കൃത്യമായ വിശദീകരണം നൽകേണ്ടതാണ്. മറ്റൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിൻ്റെ അസ്വാഭാവിക മരണത്തിൽ ഖബർ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് 6-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അസീം അടുത്ത ദിവസമാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടിയ അസീമിൻ്റെ ഭാര്യ നൽകിയ പരാതിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, തിരുവോണ ദിവസമാണ് മദ്യലഹരിയിൽ അസീം വീട്ടിലെത്തുന്നത്. പിറ്റേ ദിവസം രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. അന്നൊരു സ്വാഭാവിക മരണമെന്ന് കരുതി മൃതദേഹം സംസ്കരിച്ചു. അതിനുശേഷമാണ് ഈ കുടുംബം പോലീസിൽ പരാതിപ്പെട്ടത്. ഇപ്പോൾ മൃതദേഹം ഖബറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴാണ്? പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തൽ എന്താണ്? ടോം, തിരുവോണ ദിവസം വൈകുന്നേരമാണ് ഈ മദ്യപിച്ച് ഒരു അവശനായ നിലയിൽ അസീമിനെ വീട്ടിൽ ഒരു ബന്ധു എത്തിക്കുന്നത്. അതിനുശേഷം ഇയാൾ വിശ്രമിക്കുന്നു അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നു എന്നൊക്കെയാണ് വീട്ടുകാർ കരുതിയത്. പലപ്പോഴും മദ്യപിച്ച് വീട്ടിലെത്തുന്ന സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് ഉറക്കം കഴിഞ്ഞ ശേഷം രാവിലെ എണീറ്റ് ജോലിക്ക് പോകാനും മറ്റുമൊക്കെ അത്തരത്തിൽ പലപ്പോഴും സ്വയം എഴുന്നേൽക്കുന്ന ആളാണ്. പക്ഷേ രാവിലെയായിട്ടും എഴുന്നേൽക്കാതെ വന്നതോടുകൂടിയാണ് വീട്ടുകാർ വിളിച്ചപ്പോൾ ഒരു അബോധാവസ്ഥയിൽ ഇയാൾ കിടക്കുന്നത് കാണുന്നത്. എന്നാൽ ജീവനുണ്ടായിരുന്നു, മറ്റ് ജീവൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ CT സ്കാനിൽ തലച്ചോറിനുള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായി കണ്ടെത്തിയിരുന്നു. ഇത് പരിഹരിക്കാനുള്ള അടിയന്തര ശസ്ത്രക്രിയക്കായി ഇയാളെ വിധേയമാക്കാനും തീരുമാനിച്ചു. തലയിലെയും മറ്റും മുടിയൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആരോഗ്യനില വഷളാക്കുകയും ആശുപത്രിയിൽ തന്നെ റെഡ് സോണിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് വളരെ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. എന്തായാലും അന്ന് ഈ പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കാതെ ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ തന്നെ അസീമിന്റെ കുടുംബാംഗങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു. എന്തായാലും അന്നൊന്നും ഇത്തരത്തിലൊരു സംശയം ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു മദ്യപിച്ച് ലക്കുകെട്ട ഒരു നിലയിലാണ് ആ വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് വഴിയരികിൽ വീണതാകാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാവാം എന്നൊരു വിലയിരുത്തലായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്നത്. ഈ അസീമിൻ്റെ തന്നെ ഒരു ബന്ധുവാണ്, അടുത്തൊക്കെ താമസിക്കുന്ന ഒരാൾ തന്നെയാണ്, ഒരു യുവാവാണ് അസീമിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അയാൾ കൊണ്ടുവന്നപ്പോഴും പറഞ്ഞിരുന്നു വഴിയിൽ വീണ് കിടന്ന ആളെ താൻ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആദ്യഘട്ടത്തിലൊരു അസ്വാഭാവികത ഒന്നും ഈ മരണത്തിൽ കുടുംബത്തിന് തോന്നിയിരുന്നില്ല. പക്ഷേ പിന്നീടാണ് അസീമിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളെ പറ്റിയും ചില പാടുകളെ പറ്റിയും ഒക്കെ കുടുംബത്തിന് ചില സംശയങ്ങൾ തോന്നിയത്. ഒപ്പം പ്രാദേശികമായി തന്നെ ആളുകൾക്കിടയിൽ ചില സംസാര വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതകമാണോ എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും ഈ ഊഹാപോഹങ്ങളും ഒക്കെ വരുന്നു. ഒപ്പം ഈ മദ്യപിച്ച് ശേഷം പുറത്തേക്ക് എത്തിയപ്പോൾ ചിലരുമായി ചില സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരം സംശയങ്ങൾ വളരെ സജീവമായി വന്നതോടുകൂടിയാണ് കുടുംബം ഇക്കാര്യത്തിലൊരു അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ഈ പോസ്റ്റ്മോർട്ടം നടത്താതെ സംസ്കരിച്ച മൃതദേഹം ഖബറിൽ നിന്നും വീണ്ടും പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ഒരു ആവശ്യവും മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ദിവസം ഈ സംബന്ധിച്ച പരാതി കൊടുക്കുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്ന് രാവിലെയാണ് കോപ്പയിൽ ശ്മശാനം ജുമാ മസ്ജിദിനോട് ചേർന്നുള്ള ഖബർസ്ഥാനിൽ ഈ മൃതദേഹം ഖബറടക്കിയ ഇടത്ത് പോലീസ് എത്തി ആ മൃതദേഹം ഖബറിൽ നിന്നും പുറത്തേക്ക് എടുക്കുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഈ CT സ്കാനിൽ കണ്ട ഈ ആന്തരിക രക്തസ്രാവം എങ്ങനെയുണ്ടായി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ശരീരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ മരണത്തിന് പിന്നിൽ എന്നീ കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവും.
അതിനുശേഷം ഒരു കൃത്യമായ അന്വേഷണത്തിലേക്ക് തന്നെ നീങ്ങാനാണ് പോലീസിന്റെ ഒരു തീരുമാനം. നിലവിൽ ഈ സ്വാഭാവിക മരണം എന്ന് തന്നെയാണ് വീട്ടുകാർ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ മർദ്ദനമേറ്റോ അല്ലെങ്കിൽ മറ്റ് സംഘർഷത്തിൽ പരിക്കേറ്റോ ഒക്കെ ആവാം മരണമെന്ന ഒരു സംശയം കുടുംബത്തിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. ഇത്തരമൊരു വ്യക്തത അനിവാര്യമാണ് എന്നാണ് നേരത്തെ കുടുംബവും പറഞ്ഞിരുന്നത്. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിന് എന്താണ് സംഭവിച്ചെന്ന കാര്യം പുറത്തു വരണം, സത്യം പുറത്തു വരണം. കാരണം ഒരു സ്വാഭാവിക മരണമെന്ന് കരുതി ബന്ധുക്കൾ മൃതദേഹം സംസ്കരിച്ചാണ്. അതിനുശേഷമാണ് ഈ രീതിയിലുള്ള സംശയം ഉണ്ടാകുന്നത്. ഈ മദ്യപാനത്തിലെ എന്തെങ്കിലും സുഹൃത്തുക്കളുമായി എന്തെങ്കിലും തർക്കമുണ്ടായോ, അതേ തുടർന്നുള്ള ആക്രമണമാണോ അസീമിൻ്റെ മരണത്തിന് കാരണം? ഇക്കാര്യം പുറത്തു വരേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.